എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 29-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും നമുക്ക് കഥ കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഇടമുളയിലെ ബേബിയും ഭാര്യ സിനിയും കൂടി അവർക്ക് കിട്ടിയ വീതത്തിലേക്ക് വീട് വെച്ച് താമസം മാറിയാലോ എന്നാലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനാളായിരുന്നു. അതിനിടയിൽ അപ്പന് സുഖമില്ലാതെ വന്നതുകൊണ്ട് ആലോചന തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അപ്പൻ പോയി, പെങ്ങളും പോയി. ഇനിയിപ്പോൾ ആർക്കു വേണ്ടിയാണ് കാത്തു നിൽക്കേണ്ടത്? അടുത്തയാൾക്ക് അസുഖം വരാനാണോ എന്ന് സിനി ബേബിയോട് ചോദിച്ചു തുടങ്ങി. സ്വന്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആഗ്രഹമാണ് അവൾക്ക്. ആരുടെയും നിയന്ത്രണങ്ങളില്ലാതെ കുടുംബജീവിതം നയിക്കാനും ഉള്ള ആഗ്രഹം എല്ലാ പെണ്ണുങ്ങൾക്കും തന്നെ ഉണ്ടാകും. അതുപോലെ മാത്രമേ സിനിക്കും ഉണ്ടായുള്ളൂ. അല്ലാതെ അതിനെ ഒരു അത്യാഗ്രഹം എന്ന് പറയാനൊന്നും കഴിയില്ല. തനിക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും മാത്രമായി ഒരു ലോകം ആഗ്രഹിക്കാത്ത ഏത് സ്ത്രീയാണുള്ളത്? മാത്രവുമല്ല, തറവാടും പ്രദേശങ്ങളും എല്ലാം ചേട്ടായിയുടെ പേരിലാണ് അപ്പൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കിയ സിനിയുടെ മനസ്സിൽ തോന്നിയ ബുദ്ധി തങ്ങളിവിടെ അധികപ്പറ്റാണോ എന്നാണ്. ചിന്ത മനസ്സിൽ തുടങ്ങിയപ്പോൾ മുതൽ ബേബിയോട് നിർബന്ധിക്കുന്നതാണ്. പല വിധങ്ങളായ കാരണങ്ങളാൽ അവൻ അവളെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവസാനം കാരണങ്ങളൊന്നും പറയാനില്ലാത്ത സാഹചര്യം വന്നപ്പോൾ ബേബിക്ക് സമ്മതിക്കേണ്ടിയും വന്നു. അമ്മയോട് പറയേണ്ടതായും വന്നു. ആലോചിച്ചു നോക്കുമ്പോൾ ശരിയല്ലേ? താനും ഇച്ചായനും ജോസിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ വീട് വിട്ടു പോന്നതല്ലേ? അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് അവർക്കും ആഗ്രഹം കാണില്ലേ? സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം മുഴുവൻ സ്വന്തം അനുഭവിക്കണമെന്ന് ആഗ്രഹം ആർക്കും ഉണ്ടാവുകയില്ലേ? അതുകൊണ്ട് സാറാമ്മ അതിന് നിന്നില്ല, എതിർപ്പ് പറഞ്ഞുമില്ല. നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യുമെടാ ബേബി? നിങ്ങളെ രണ്ടുപേരെയും എന്നും കണ്ടുകൊണ്ടിരിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അത് ഏതായാലും നടപ്പില്ല. എന്നാലും വല്ലപ്പോഴുമെങ്കിലുമൊക്കെ ഇങ്ങോട്ടേക്ക് വരണം. അല്ലാതെ വേറെ വീട് വെച്ച് മാറരുത് എന്നൊന്നും അമ്മച്ചി പറയുന്നില്ല. പിന്നെ ബേബിയെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത് ചേട്ടൻ ജോസിനോടാണ്. അവനോട് പറയാൻ പോകുന്നത് അല്പം സൂക്ഷിച്ചു വേണം. നായാട്ടുകാരൻ്റെ മുഴുവൻ സ്വഭാവവും ആവാഹിച്ചു വച്ചിരിക്കുകയാണ് അങ്ങേര്. മുമ്പിൽ വന്നു പെടുന്നതെല്ലാം കാട്ടുമൃഗമാണെന്നൊരു തോന്നലാണ് അങ്ങേർക്കുള്ളത് എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. അതിനോട് നേരിടാനുള്ള വഴിയും അനിയനെന്നുള്ള നിലയിൽ ഇത്ര കാലം കൊണ്ട് നേടിയെടുത്തിട്ടുമുണ്ട്. ആദ്യമേ തന്നെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് തുടങ്ങിയാൽ മതി. പിന്നെ ചേട്ടൻ്റെ ദേഷ്യം ക്രമേണ കുറയും എന്ന് മാത്രമല്ല, സ്വഭാവം വളരെ മയപ്പെടുകയും ചെയ്യും. തന്നോട് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും സിനിയോട് പറയുമ്പോൾ ഒരു കൊച്ചു കുട്ടിയോട് സംസാരിക്കുന്ന അത്രയും മയത്തിലാണ്. അവളെ വലിയ ഇഷ്ടവുമാണ്. ഞാനിവിടെ നിന്ന് പോകുന്നതിൽ വിഷമമില്ലെങ്കിലും സിനി ഇവിടെ നിന്നും പോകുന്നതിൽ ചേട്ടായിക്ക് തീർച്ചയായും വിഷമം കാണും. അന്ന് തന്നെ ബേബി ജോസിനോടും വിവരം പറഞ്ഞു. ഇപ്പോൾ അവിടെയുള്ള വീട് ഒരു കുഞ്ഞു വീടല്ലേടാ? നല്ല ഒരു വീട് പണിതിട്ട് അങ്ങോട്ട് മാറിയാൽ പോരെ? ഇപ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ മാത്രമുള്ള സൗകര്യം പോലും അവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വലിയ വീട്ടിൽ താമസിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ആ കുഞ്ഞു വീട്ടിലേക്ക് പോയി താമസിക്കുമ്പോൾ നിനക്കും സിനിക്കും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേടാ? ഇപ്പോഴത്തെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തൻ്റെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ജോസിയേട്ടനെയാണ് ഓർമ്മ വരുന്നത്. വഴിയിലൊരു കല്ലുണ്ടെങ്കിൽ തന്നെ പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ചേട്ടൻ. ഏതെങ്കിലും കാരണവശാൽ വീഴുകയോ മറ്റോ ചെയ്താൽ എടുത്തു പൊക്കി കൊണ്ടുവരുന്ന അതേ ജോസിയേട്ടനെ തന്നെയാണ് ഇപ്പോൾ മുൻപിൽ കാണാൻ കഴിയുന്നത്. സ്വഭാവമാറ്റങ്ങളും പേടിപ്പിക്കലും ഒക്കെ ഒരു വശത്ത് നിൽക്കുമെങ്കിലും മനസ്സിലാ പഴയ സ്നേഹം ഇപ്പോഴുമുണ്ട്.
ഇല്ലെങ്കിൽ പിന്നെ താൻ ആ ചെറിയ വീട്ടിലേക്ക് പോകുന്നതിൽ ഇത്ര ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ. അവനായി അവൻ്റെ പാടായി എന്ന് വിചാരിച്ചാൽ പോരെ. അങ്ങനെ വിചാരിക്കാൻ ഒരു ചേട്ടൻ്റെ മനസ്സ് അനുവദിക്കില്ലായിരിക്കും. തനിക്ക് അനിയന്മാരുണ്ടായിരുന്നെങ്കിൽ തനിക്കും ആ മനസ്ഥിതി മനസ്സിലായേനെ. എന്തുകൊണ്ടോ തനിക്ക് താഴേക്ക് അനിയന്മാർ ഒരാൾ പോലും വന്നില്ല. ആകെ വന്ന സഹോദരി തിരിച്ചു പോവുകയും ചെയ്തു. അവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് കൂടുതൽ സങ്കടം. അവളുടെ കാര്യത്തേക്കാൾ കൂടുതൽ അനുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ മാത്രം. ചേട്ടായി വിചാരിക്കുന്നത് പോലെ അത്ര ചെറിയ വീടൊന്നുമല്ല അത്. 2 കിടപ്പുമുറിയും അടുക്കളയും ഒരു ചെറിയ ഹാളുമുണ്ട്. അത്രയൊക്കെ പോരെ ചെറിയൊരു കുടുംബത്തിന്? മാത്രവുമല്ല നല്ല ഭംഗിയായി കെട്ടിയതാണ്. വേണമെങ്കിൽ ഇനിയും കൂട്ടിയെടുക്കാൻ കഴിയും. കുറച്ചു കാലം കഴിഞ്ഞിട്ട് കൂട്ടിയെടുത്താൽ മതിയാകും. അതും വേണമെങ്കിൽ മാത്രം. വെറുതെ എന്തിനാ ഒരു വലിയ വീടുണ്ടാക്കി വയ്ക്കുന്നത്? ഇവിടുത്തെ കാര്യം തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകുമല്ലോ. ഇവിടെ ഇത്രയും വലിയൊരു വീട് അത്യാവശ്യമല്ലേ? തറവാടായ സ്ഥിതിക്ക് ബന്ധുക്കൾ മുഴുവൻ വരുന്നത് ഇങ്ങോട്ടായിരിക്കുമല്ലോ. അവരിൽ പലരും ചിലപ്പോൾ അന്ന് വീട്ടിൽ തങ്ങിയിട്ട് പിറ്റേ ദിവസമായിരിക്കും മടങ്ങിപ്പോകുന്നത്. അവർക്ക് വേണ്ട സൗകര്യം വേണമല്ലോ. ഇവിടെ ഇത്രയും സൗകര്യം വേണ്ടത് തന്നെയാണ്. അത് നിനക്ക് പല സാഹചര്യങ്ങളിലും മനസ്സിലായിട്ടില്ലേ? പിന്നെ എല്ലാവരും ഓരോ വഴിക്ക് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വലിയ വീട് അധികപ്പറ്റാകും എന്ന് മാത്രം. അല്ല, ചിലപ്പോൾ അപ്പോഴേക്കും നമ്മളും അങ്ങ് പോകും. പിന്നെ നമ്മൾക്കൊന്നും അറിയണ്ടല്ലോ. ജോസ് ചേട്ടൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. മരണത്തെക്കുറിച്ചും അങ്ങനെ ലോകത്തു നിന്നും പോകുന്നതിനെക്കുറിച്ചുമൊക്കെയാ പറയുന്നത്. എന്തു പറ്റിയാവൂ? അവരുടെ വീട്ടിൽ ഓടിക്കളിക്കാൻ അനുവല്ലാതെ മറ്റു കുട്ടികളൊന്നുമില്ല. ജോസിൻ്റെയും മോളിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 5-8 വർഷങ്ങളായി. ഇത്രയും കാലമായിട്ടും അവർക്കും മക്കളില്ല. അതിനുവേണ്ടി എവിടെയെങ്കിലും പരിശോധനയ്ക്കോ ചികിത്സയ്ക്കോ പോകണമെന്ന് പറഞ്ഞാൽ ജോസ് അമ്പിനും വില്ലിനും അടുക്കില്ല. മക്കൾ ദൈവാനുഗ്രഹമാണെന്നും അത് വേണ്ട സമയത്ത് ദൈവം തന്നെ തരുമെന്നും ഒക്കെയാണ് മൂപ്പരുടെ വിശ്വാസം. ഈ അടുത്ത കാലത്തായിട്ട് ചിന്താഗതിയിൽ ചെറിയൊരു മാറ്റം പ്രകടമാകുന്നുണ്ട്. ഒരിക്കൽ മോളിയോട് പറഞ്ഞു പോലും എവിടെയെങ്കിലും ആശുപത്രിയിൽ പോകണം, പരിശോധിക്കണം എന്നൊക്കെ. ഇനി മിക്കവാറും പോകുമായിരിക്കും. ആ ആഴ്ച ജോസും ബേബിയും പണിക്കാരും ഒക്കെ ചേർന്ന് ബേബിയുടെ വീടും പരിസരവും വൃത്തിയാക്കുകയും വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. വേണ്ട എല്ലാ കാര്യങ്ങളും വാങ്ങി തയ്യാറാക്കിയാണ് അനിയനും അനിയത്തിക്കും കൂടി താമസിക്കാൻ വീട് തയ്യാറാക്കിയത്. എല്ലാം തയ്യാറായി തൃപ്തിയായി എന്ന് ബേബി പറഞ്ഞിട്ട് പോലും വീണ്ടും വീട്ടിലെ ഓരോ മുറികളിലും കയറി ഇറങ്ങി എന്തൊക്കെയാണ് കുറവ് എന്ന് നോക്കിക്കൊണ്ട് ജോസ് വീടിനകത്തുകൂടി ചുറ്റി നടന്നു. ഹാളിൽ ഇനിയും കസേര വേണോ ബേബി? ഇപ്പോൾ ഹാളിലേക്ക് ആകെ 4 കസേരയും ഒരു സോഫയും മാത്രമല്ലേ ഉള്ളൂ. ആരെങ്കിലും വന്നാൽ അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് നിന്നും കസേര എടുക്കേണ്ടി വരില്ലേ? 4 എണ്ണം കൂടി കൊണ്ടുവരാം. ഇവിടെ അതിനത്രയൊന്നും ആൾ വരാനില്ല ചേട്ടായി. ഇനി അതല്ല, 2-3 പേർ കൂടി വന്നാൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടുത്തെ കസേര ഇങ്ങോട്ടെടുത്താൽ പോരെ? ഉള്ള സ്ഥലത്ത് മുഴുവൻ കസേരയും സോഫയും എല്ലാം നിരത്തിയിട്ടാൽ ആൾക്കാർ എതിലേ നടക്കും? അതും ശരിയാ. കൊച്ചുപിള്ളേരൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഓടി നടക്കാൻ സ്ഥലമില്ലാതെ വരും. അതുകൊണ്ട് തൽക്കാലം ഇത് മതി എന്ന് വയ്ക്കാം. എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ പറഞ്ഞയച്ചാൽ മതി. ഞാൻ തന്നെ വാങ്ങി ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നേക്കാം. ആ പേരിൽ ഒന്നിവിടെ വരികയും ചെയ്യാമല്ലോ. ഏതാണ്ട് തൃപ്തികരമായ രീതിയിൽ വീടിൻ്റെ പണി തീർന്നു. വെഞ്ചിരിപ്പിന് പറ്റിയ ദിവസം അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ അടുത്ത ആഴ്ച ധ്യാനത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞു. തിരക്കുണ്ടെങ്കിൽ മറ്റൊരച്ഛനെ ഏർപ്പാടാക്കി കൊടുക്കാം എന്നുകൂടി വികാരി അച്ഛൻ പറഞ്ഞു. എന്ത് തിരക്ക്? ഇത്രയും കാലം നിന്ന വീട്ടിൽ ഇനി ഒരാഴ്ചയോ 2 ആഴ്ചയോ കൂടി നിൽക്കുന്നതിന് എന്ത് കുഴപ്പം? അച്ഛൻ പോയിട്ട് വന്നിട്ട് മതി. അച്ഛൻ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അച്ഛൻ സ്വസ്ഥമായി പോയി വന്നു. ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ. നമുക്ക് വരുന്ന ഞായറാഴ്ച കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ നിങ്ങൾ വിളിക്കേണ്ടവരെയൊക്കെ വരുന്ന ആഴ്ചത്തെ ഒരു തീയതി കണ്ടുപിടിച്ച് വിളിച്ചു. മിക്കവാറും ബുധനാഴ്ച തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. ഈ വരുന്നതിൻ്റെ പിന്നത്തെ ബുധനാഴ്ച.
അങ്ങനെ ബുധനാഴ്ച ബേബിയും സിനിയും ഇടമുളയിൽ വീട്ടിൽ നിന്നും താമസം മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പുതിയ താമസ സ്ഥലത്ത് അവർക്ക് സ്വസ്ഥമായ ജീവിതം ലഭിക്കാനും തീരുമാനിച്ച സമയത്ത് തന്നെ അങ്ങോട്ട് താമസം മാറാനും വേണ്ട അനുഗ്രഹത്തിനായി അവരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവിക പദ്ധതികൾ പെട്ടെന്ന് തീരുമാനിക്കപ്പെടുന്നതല്ലല്ലോ. നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ. ഉച്ചതിരിഞ്ഞ് കൃത്യം 2:30. നോവൽ കേൾക്കുന്നവർ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്തു കൊടുത്താൽ കൂടുതൽ നന്നായിരിക്കുന്നു കേട്ടല്ലോ.